സ്വപ്നം നമ്മളെല്ലാവരും കാണുന്നു. പക്ഷേ ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് വരെ അത് പലർക്കും ഒരു തമാശ മാത്രമാണ്. പ്രതീക്ഷ, സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ ഓരോ മനുഷ്യർക്കും ജീവിതത്തിൽ ഉണർത്തുന്ന വലിയ ശക്തികൾ ഇവയാണ്. എന്നാൽ അതേ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വരെ ലോകം അതിനെ എങ്ങനെ കാണുന്നു എന്നതാണ് ആഴത്തിൽ ചിന്തിക്കേണ്ടത്. സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആകാംക്ഷയാണ്. എന്നാൽ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതുവരെ പലരും അതിനെ തമാശയായി കാണുന്നു. നമ്മളെ കളിയാക്കും, നമുക്ക് പലതരത്തിലുള്ള ഉപദേശം നൽകും. ഇത് സാധ്യമാവില്ല കേട്ടോ, ഇത് വല്ലതും നടക്കോ, തന്നെ കൊണ്ട് പറ്റുന്നതാണോ ഇതൊക്കെ, നീ എന്തിനും ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്, വെറുതെ കയ്യിലത്തെ കാശ് കളയണ്ട കേട്ടോ എന്നിങ്ങനെ പലതരത്തിലുള്ള ഹാസ്യങ്ങൾ കേൾക്കേണ്ടി വരും. ഇന്ന് നമ്മൾ കാണുന്ന ഓരോ വലിയ വിജയത്തിൻ്റെയും പിന്നിൽ ഒരിടവേളയിൽ ചെറുതായി കണക്കാക്കിയ, തമാശയായി കണ്ട അല്ലെങ്കിൽ നിരസിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ പല മഹത്തായ വ്യക്തികൾക്കും ഇതേ അനുഭവം നേരിട്ടിട്ടുമുണ്ട്. വലിയ വിജയങ്ങൾ കൈവരിച്ചവർ ആദ്യം കളിയാക്കപ്പെട്ടവർ തന്നെയാണ്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിയാലോ. തോമസ് ആൽവ എഡിസൺ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? വൈദ്യുതി ബൾബിൻ്റെ പിതാവെന്ന് വിശേഷിക്കപ്പെടുന്ന എഡിസൺ ഒരു വട്ടമല്ല 1000 വട്ടമാണ് പരാജയപ്പെട്ടത്. വൈദ്യുതി ബൾബ് കണ്ടെത്തുമ്പോൾ എത്ര വട്ടം പരാജയപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാ: ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, ബൾബ് കത്തിക്കാൻ കഴിയാത്ത 1000 മാർഗങ്ങൾ എനിക്കറിയാമായിരുന്നു. ഓരോ പരാജയവും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള ചവിട്ടുപടികളായി തന്നെ കണ്ടു. ലോകം അതിനെ കളിയാക്കി, സുഹൃത്തുക്കൾ വരെ ചിരിച്ചു. എന്താ വീണ്ടും പരാജയം? അദ്ദേഹം തോൽവിയെ ഗുരുവാക്കിയതിനാൽ ഒടുവിൽ ആ വൈദ്യുത ബൾബ് കണ്ടുപിടിച്ചപ്പോൾ ലോകം അതിൻ്റെ വെളിച്ചത്തിൽ ഇന്നും ജീവിക്കാൻ തുടങ്ങി. ലോകം ആദ്യം കളിയാക്കും, പിന്നെ കൈയടിക്കും. അതങ്ങനെ തന്നെയാ. അബ്രഹാം ലിങ്കൺ US പ്രസിഡന്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? പല പരാജയങ്ങൾ നേരിട്ട് ഒടുവിൽ US പ്രസിഡന്റായി തീർന്നു. അദ്ദേഹത്തിനെതിരായ വിമർശനങ്ങൾ, കളിയാക്കലുകൾ ഒക്കെ ഉണ്ടായപ്പോഴും അദ്ദേഹം തൻ്റെ ലക്ഷ്യത്തിലേക്ക് തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ വിജയിക്കുകയും ചെയ്തു, US പ്രസിഡന്റ് ആവുകയും ചെയ്തു. അതേപോലെ ഹാരി പോട്ടർ എന്ന കഥ നിങ്ങൾക്കറിയാലോ. ഹാരി പോട്ടർ ഒരു ആഗോള പ്രതിഭാസമായി മാറുന്നതിന് മുമ്പ് JK റൗളിങ്ങിൻ്റെ ഈ കഥയെ 12 പബ്ലിഷേഴ്സാണ് നിരസിച്ചത്. അവരെല്ലാം കളിയാക്കി, തനിക്ക് എഴുതാൻ